ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും സാരിയുടെ കൂടെ ബ്ലൗസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ കോൺട്രാസ്റ്റിംഗ് കളറോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കളറോ ബ്ലൗസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ കളർ മാച്ച് ആവുമോ അല്ലെങ്കിൽ ഇതിട്ട് വരുമ്പോൾ ശരിയാവുമോ, ഈ തരത്തിലുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും എപ്പോഴും വരുന്നതാണ്. നമ്മൾ പലപ്പോഴും കാണാറില്ലേ, സെലിബ്രിറ്റീസൊക്കെ ബ്ലൗസ് ചൂസ് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സാരിയുടെ അതേ കോൺട്രാസ്റ്റിലൊക്കെ കളേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കുണ്ട്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ടെക്നിക്കാണ് കളർ വീൽ ടെക്നിക്ക്, അല്ലെങ്കിൽ ഇത് കളർ തിയറിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു സാരിക്ക് ബ്ലൗസോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടിന് ടോപ്പോ ഒക്കെ കളർ ചൂസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറഞ്ഞാൽ കളർ വീലിൽ ഓപ്പോസിറ്റ് കിടക്കുന്ന കളേഴ്സാണ്. ഇപ്പം ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന പിങ്കിന് ഓപ്പോസിറ്റുള്ള ഗ്രീന്, ആ ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സാണ് കാണുന്നത്. പിന്നെ അപ്പുറത്ത് പിങ്കിൻ്റെ ഷെയ്ഡ്സും കാണുന്നുണ്ട്. അപ്പോൾ ഈ പിങ്കിൻ്റെ ഷെയ്ഡ്സൊക്കെ ഈ ഗ്രീനിൻ്റെ ഷെയ്ഡ്സിൻ്റെ കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണെന്ന് പറയാം. നിങ്ങളിപ്പം ഒരു പക്ക കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി കളർ തിയറിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇത് പിങ്ക് ഗ്രീൻ എന്നല്ല, ഇതിൽ ഏത് കളറാണോ അതിൻ്റെ ഓപ്പോസിറ്റ് വരും. ഇപ്പോൾ ഓറഞ്ച് കളർ നോക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പക്ക കോൺട്രാസ്റ്റിംഗ് കളർ. ആ രീതിയിൽ നമുക്ക് ബ്ലൗസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സിമ്പിൾ കളർ വീൽ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ പിങ്ക് ആൻഡ് ഗ്രീൻ അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന കുറച്ച് സാരി ബ്ലൗസ് എങ്ങനെ വരും നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഗ്രീനിന് പിങ്ക് വരുന്ന രീതിയിൽ ഇതിൽ പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. പല ഷെയ്ഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള സാരീസാണിത്. അപ്പം ഈ ഒരു രീതിയിലാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് വർക്ക് ആവുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സാക്റ്റ് കോൺട്രാസ്റ്റ് കളേഴ്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ കളർ വീൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിമ്പിൾ വിഷ്വലൈസേഷനാണ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നേരത്തെ കുറേ ഷെയ്ഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് പേർപ്പിളാണ് വരുന്നത്, ഗ്രീനിന് റെഡ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളേഴ്സ്. അപ്പോൾ നമുക്കിതിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് യെല്ലോ പർപ്പിൾ എടുത്തിട്ട് നോക്കാം. അപ്പോൾ കണ്ടോ, യെല്ലോയുടെ പർപ്പിൾ, ഏത് യെല്ലോ ആണെങ്കിലും ഏത് പർപ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല. ഈ രീതിയിലാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് കളേഴ്സാണ് ഇതിൽ വർക്കാണ്, അതായത് എക്സാക്റ്റ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് അനാലോഗസ് കളർ മെത്തേഡ്. ഇതിന് സിമിലർ കളർ മെത്തേഡ്സ് എന്നും പറയും, ഫാമിലി കളർ മെത്തേഡ്സ് എന്നും പറയും. അങ്ങനെ പറയാൻ കാരണം ഇതിൽ കളർ വീലിൽ അടുത്തടുത്ത് നിൽക്കുന്ന കളേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത് കണ്ടാൽ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ്സ്, യെല്ലോ ഷെയ്ഡ്സ്, അതേപോലെ ഗ്രീൻ ഷെയ്ഡ്സ്. അപ്പോൾ നിങ്ങൾ കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ ബ്ലൗസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഗ്രീൻ സാരി ആണെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ബ്ലൗസ്, ഓറഞ്ച് സാരി ആണെങ്കിൽ യെല്ലോ ബ്ലൗസ്, യെല്ലോ സാരിക്ക് ഗ്രീൻ ബ്ലൗസ്, ഈ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിലിപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അടുത്തടുത്തുള്ള കളേഴ്സ് തമ്മിൽ കമ്പൈൻ, ഇപ്പോൾ പേർപ്പിൾ ബ്ലൂ ആയിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് ഓപ്പോസിറ്റ് അല്ലാതെ സിമിലർ ആയിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള കളേഴ്സ് കിട്ടും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ഒരു കളർ സ്കീമാണ് ഇത്. ഇതിൽ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറല്ല വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി കളർ സ്കീം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് കിടക്കുന്ന കളർ തമ്മിൽ ചെറിയ റിലേഷൻസ് ഉള്ള കളേഴ്സാണ് ഈ ഒരു കളർ സ്കീമിൽ വരുന്നത്. ഇതിൻ്റെ ഒരു എലോബറേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് പല ഷെയ്ഡ്സ് വരുന്നത്. ഇത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൽ യെല്ലോ ആൻഡ് ഗ്രീൻ എടുക്കുകയാണ്. ഇനി ആ യെല്ലോ ഗ്രീൻ കളർ കോമ്പിനേഷനിൽ കുറച്ച് സാരി ബ്ലൗസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കുറച്ച് കാണാം. ഈ ഒരു രീതിയിലാണ് വരുന്നത്. കണ്ടോ, അതെന്ത് നല്ല രീതിയിൽ ഇത് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് നോക്കിയേ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഒരു കളറിനും ഒരുപാട് വ്യത്യാസമല്ല അടുത്ത കളർ. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അനാലോഗസ് കളേഴ്സിൻ്റെ തന്നെ വേറൊരു സിമ്പിളായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു ഡയഗ്രത്തിൽ വരുന്നത്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഒന്നും കാണിക്കാതെ സിമ്പിളായിട്ട് ഒറ്റ ഷെയ്ഡ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒറ്റ ഷെയ്ഡ് കാണിച്ചിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു റെഡ്, ഓറഞ്ച് ഷെയ്ഡ്സാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് കോൺട്രാസ്റ്റ് ഇല്ലാതെ സാമ്യമുള്ള കളേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. റെഡ് ആൻഡ് ഓറഞ്ചിൻ്റെ കുറച്ച് എക്സാമ്പിൾ സാരീസാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് മോണോക്രോമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരേ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടിൻറ്റിൽ വരുന്ന കളേഴ്സ്. അതായത് ഒരു കളറിൻ്റെ കൂടെ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ആഡ് ചെയ്തിട്ടാണ് വേറെ വേറെ ഷെയ്ഡും പിൻറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനെ വരുന്ന കളേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ, ആ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്യുക. അപ്പോൾ സാരി ലൈറ്റ് ഷെയ്ഡിലാണെങ്കിൽ സെയിം കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡായിരിക്കും ബ്ലൗസ്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭയങ്കര പക്ക കോൺട്രാസ്റ്റിംഗ് അല്ലാതെ ഒരു എലഗൻറ്റ് സിമ്പിൾ ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുകൂടാതെ മോണോക്രോമാറ്റിക് ലുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലുക്കാണ്. വെറും സാരി ബ്ലൗസിൻ്റെ കേസിലല്ല, എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കേസിലും മോണോക്രോമാറ്റിക് ലുക്ക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ രീതിയിൽ കളേഴ്സ് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അതായത് സാരിയുടെ സെയിം കളർ ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്നുള്ള കുറച്ച് എക്സാമ്പിൾസ്.
എങ്ങനെയാണ് സാരി ബ്ലൗസ് കോമ്പിനേഷൻ മോണോക്രോമാറ്റിക് കളർ സ്കീം വഴി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് കളർ പുള്ളിംഗ് മെത്തേഡ്. ഇത് കളർ വീലിൽ വരുന്ന മെത്തേഡല്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പക്ഷേ സാരിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് സാരിയിൽ ഡൊമിനൻ്റ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കളർ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എടുത്ത് പിടിച്ച് നിൽക്കുന്ന കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ചിലപ്പം ഈക്വൽ ആയിട്ട് വരുന്ന കളർ കോമ്പോസിഷനാണ് വരുന്നതെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ ബ്ലൗസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. അതാണ് കളർ പുള്ളിംഗ് മെത്തേഡ്. കളർ പുള്ളിംഗ് എന്ന് പറഞ്ഞാൽ സാരി തന്നെയുള്ള ഒരു കളർ വെച്ചിട്ട് ബ്ലൗസ് തയ്ക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാം, ഇതിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പർപ്പിൾ കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലൗസ് ചെയ്തിട്ടുള്ളത് പർപ്പിൾ കളറിലാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു രീതിയിലാണ് കളർ പുള്ളിംഗ് മെത്തേഡ് വർക്കാവുന്നത്. ഇത് നിങ്ങൾക്ക് പ്രിൻറ്റഡ് സാരീസിലൊക്കെ കൂടുതലായിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പ്രിൻറ്റഡ് പല പ്രിൻറ്റ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഓംബ്രൈസ് സാരീസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സാരിയിൽ വരുന്ന കളർ തന്നെ ബ്ലൗസ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കൂടി പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ സാരിക്ക് ചേരുന്ന ബ്ലൗസ് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് ആലോചിച്ചൊരു ടെൻഷനും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.